ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറേ നീട്ടി വലിക്കാണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി വെച്ചിട്ട് പുഡിങ്ങാണ്. ഇത് സ്ട്രോബെറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചെറിയ പൈസക്ക് സ്ട്രോബെറി ഇഷ്ടം പോലെ മേങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സ്ട്രോബെറി മേങ്ങിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഞാനിവിടെ 10 സ്ട്രോബെറി എടുത്തിട്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്ത്, പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ്റെ പാല് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാനിക്ക് പഞ്ചാര ഇട്ട് കൊടുത്ത്, ഞാൻ 3/4 കപ്പ് പഞ്ചാര ഇട്ട് കൊടുത്തിന്. നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ഇട്ട് കൊടുത്തിനത്. ഇനിയിപ്പോൾ മധുരം കുറച്ച് മീഡിയം മതിയെങ്കിൽ 1/2 കപ്പ് മതി. പിന്നെ ഇതിലേക്ക് 1/3 കപ്പ് കോൺഫ്ലോർ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ കലക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എല്ലാം സ്ട്രോബെറി അരച്ചതും പഞ്ചാരിയും കോൺഫ്ലോറും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ കലക്കിയിട്ട് എടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് കലക്കണ്ട. ആദ്യം നമ്മൾ അടുപ്പിൽ വെക്കുന്നതിനായിട്ട് മുന്നേ തന്നെ എല്ലാം മിക്സാക്കിയിട്ട് എടുക്കണം. ഇതെല്ലാം മിക്സായതിന് ശേഷമാണ് നമ്മൾ അടുപ്പിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നത്. ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തീയെല്ലാം കൊടുത്തിട്ട് ഒരു മീഡിയം തീയാക്കിയിട്ടുണ്ട്. ഫുള്ള് തീയാക്കണ്ട, പെട്ടെന്ന് കട്ടയാവും. ഇത് 1-1.5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതേപോലെ തിക്കായിട്ട് വരും. ഇനിയും കൈയെടുക്കാണ്ട് ഇളക്കണം, തീ കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. ആദ്യം ഇങ്ങനെ കട്ടയായിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഉണ്ടാകണം. പിന്നെ 1 മിനിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഇത് ലൂസായിട്ട് വരും. അതുവരെ ഇതേപോലെ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ലൂസായിട്ട് വന്ന് ഈ ഒരു പരുവം ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ അടിക്കെല്ലാം പിടിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചാരയെല്ലാം കുറച്ച് അധികം ഇട്ടിട്ട് ആക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ തീയെല്ലാം ഓഫാക്കി ഞാൻ. ഇനിയിപ്പോൾ എന്താക്കണം, ഒരു സ്ട്രോബെറിൻ്റെ എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3 തുള്ളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവറും ഭയങ്കര ടേസ്റ്റാവും, അതേപോലെ തന്നെ പിന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനൊരു 3 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ കളറ് നല്ല പോലെ കൂടിയത്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനും വേണ്ടിയിട്ട് തന്നെ വേങ്ങണമെന്നൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ കളറെല്ലാം നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് പാത്രത്തിൽ സെർവാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചൂടായിട്ടാകുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല, കട്ടയായി പോവും. അപ്പോൾ നമുക്ക് ഇത്ര ഫിനിഷിങ് കിട്ടില്ല, ഒരു മൊഞ്ച് കിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്താക്കി, 2 പാത്രത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ തണുപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള അടിപൊളി സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് സ്ട്രോബെറി ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുത്തിന്. നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. അപ്പം നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തെങ്കിൽ മതി. എനിക്ക് പൊതുവേ സ്വീറ്റ്സ് എല്ലാം കഴിക്കുമ്പോൾ നല്ല മധുരം വേണം. അപ്പം ഞാൻ പഞ്ചാര എല്ലാം ഇട്ടിട്ട് ഈ പഞ്ചാര മെൽറ്റാണ്, ഈ സ്ട്രോബെറി ഒന്ന് കുക്കാണ്, അത്രേ വേണ്ടു. കൂടുതൽ സമയമൊന്നും വേണ്ടതാ. ഇതെല്ലാം മെൽറ്റായിട്ടൊന്ന് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ചൂടോടെ തന്നെ ഈ പുഡിങ്ങിൻ്റെ മീത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 4 കപ്പിലുള്ള പുഡിങ് നമുക്ക് ഇത്ര അളവിലുണ്ടാക്കിയാൽ കിട്ടും. ഞാനിപ്പോൾ 2 കപ്പേ സെർവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 കപ്പും കൂടി എക്സ്ട്രാ കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മുകളിൽ നല്ലപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ചൂടാറി കഴിഞ്ഞെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് തന്നെ. കഴിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയൂ, അത്രയും പാങ്ങ്. പിന്നെ ഈ സ്ട്രോബെറിൻ്റെ ഈ ഒരു ചുവന്ന കളറെല്ലാം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ മക്കൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. സ്ട്രോബെറിക്ക് ഇപ്പോൾ വില കുറവാണ്, ഈ ഒരു സമയത്ത് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ടും നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ബൗള് താഴോട്ട് താത്തിയാൽ തന്നെ വീണൊന്നും പോയല്ല, അത്രയും കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഈ പുഡിങ് കാണാനുള്ളത്. ലൈറ്റ് കളറാണ് അടിഭാഗം, മുകളിൽ നല്ല ഡാർക്ക് കളർ. ഇത് കാണുമ്പോൾ തന്നെ ഭംഗിയാണ്, കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ജസാക്കല്ലാഹ് ഖൈർ.